ഹായ് എല്ലാവർക്കും എൻ്റെ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫ് മേനോൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാധാരണ സാലഡല്ലാട്ടോ. സാലഡിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണകളെല്ലാം മാറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കിടിലൻ വിഭവമാണ്. ഈ സാലഡിന്റെ യഥാർത്ഥ മാന്ത്രികത എന്താണെന്നറിയാമോ? അതായത് നമ്മൾ വെറുതെ പച്ചക്കറികൾ അരിയുകയല്ല, പകരം കൂണെടുത്ത് ബട്ടറിലും ഗാർലിക്കിലും ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റും. ആഹാ, അത് കാണുമ്പോൾ തന്നെ, ആ മണം വരുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും, ഉറപ്പാണ്. ശരി, അപ്പോൾ തുടങ്ങാമല്ലേ? നമുക്കിതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വെറുമൊരു ലിസ്റ്റല്ല കേട്ടോ. ഈ വിഭവത്തെ ഒരു സംഭവമാക്കാൻ ഓരോ ചേരുവയ്ക്കും അതിൻ്റേതായ ഒരു പ്രധാന റോള് തന്നെയുണ്ട്. ഈ സാലഡിന്റെ ഹീറോ അല്ലെങ്കിൽ താരം എന്ന് പറയുന്നത് നമ്മുടെ മഷ്റൂം തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. പക്ഷെ അറിയാമോ, നമ്മുടെ ഈ ഹീറോയ്ക്ക് ശരിക്കുള്ള പവർ വരുന്നത് അതിന്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് കൂടെ ചേരുമ്പോഴാണ്: ബട്ടറും ഗാർലിക്കും. ഈ മൂന്നു പേരും ചേരുന്നതാണ് ഇതിലെ മെയിൻ കോംബോ. അപ്പോൾ അളവ് വളരെ പ്രധാനമാണ്. ശ്രദ്ധിക്കണം, നമുക്കൊരു 200 ഗ്രാം നല്ല ഫ്രഷ് കോൺ വേണം. അത് നന്നായി കഴുകി പകുതിയായിട്ട് മുറിച്ചെടുക്കുക. കൂടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ, പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹീറോ റെഡിയായി. ഇനി വേണ്ടത് കുറച്ച് സപ്പോർട്ടിംഗ് ആക്ടേഴ്സിനെയാണ്. ഈ സാലഡിന് നല്ലൊരു ഫ്രഷ്നെസ്സും കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ക്രഞ്ചും പിന്നെ കാണാനുള്ളൊരു ഭംഗിയൊക്കെ കൊടുക്കുന്നത് ഇവരാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് പല നിറത്തിലുള്ള ക്യാപ്സിക്കം, അതായത് പച്ച, മഞ്ഞ, ചുവപ്പ്, പിന്നെ സവോള, തക്കാളി, വെള്ളരിക്ക. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിൽ ചതുര കഷ്ണങ്ങളായിട്ട് തന്നെ അരിയണം. എന്തിനാണെന്നറിയാമോ? എന്നാൽ മാത്രമേ നമ്മൾ ഓരോ സ്പൂൺ കോരിയെടുക്കുമ്പോഴും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഒരുമിച്ച് കിട്ടൂ. ഇനിയാണ് എൻ്റെ ഒരു സീക്രട്ട് വരുന്നത്, ഒരു സീക്രട്ട് സോസ്. ഈ ഒരു ഡ്രസ്സിംഗാണ് ഈ സാലഡിലെ എല്ലാ രുചികളെയും ഒരുമിപ്പിച്ച് ഇതിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. പുളിയും മധുരവും ഒക്കെ ചേർന്നൊരു പെർഫെക്റ്റ് കോമ്പിനേഷൻ. ഇതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. കുറച്ച് നാരങ്ങാനീരെടുക്കുക, കുറച്ച് നല്ല ഒലിവ് ഓയിൽ, ആവശ്യത്തിന് കുരുമുളക് പൊടി, പിന്നെ 1 സ്പൂൺ തേൻ, പാകത്തിന് ഉപ്പും. കണ്ടില്ലേ, വളരെ സിമ്പിൾ, പക്ഷേ ഇതിന്റെ ടേസ്റ്റ് ഗംഭീരമായിരിക്കും. ശരി, ഇപ്പം നമ്മൾ ഈ റെസിപ്പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുവാണ്. ഇതിന്റെ ഹൃദയം എന്ന് തന്നെ പറയാം. ഈ ഒരു സ്റ്റെപ്പാണ് ഒരു സാധാരണ സാലഡിനെയും ഒരു ഷെഫ് ഉണ്ടാക്കുന്ന സാലഡിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മഷ്റൂം വഴറ്റാൻ നോക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി അതൊരുമാതിരി കുഴഞ്ഞു പോകുന്നത്? എങ്കിൽ ആ പേടി ഇനി വേണ്ട. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ഒന്നിനൊന്ന് തൊടാതെ എങ്ങനെ മഷ്റൂം പെർഫെക്റ്റായി വഴറ്റിയെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ രഹസ്യം എന്താണെന്നറിയാമോ? തീയാണ്. അതായത് ആദ്യം പാനിൽ ബട്ടർ ചൂടാക്കുക, അതിലേക്ക് വെളുത്തുള്ളിയും മഷ്റൂമും ചേർക്കുക. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തീ നന്നായിട്ട് കൂട്ടിവെക്കുക. ഹൈ ഫ്ലെയിമിൽ വെറും 3-4 മിനിറ്റ് വേഗത്തിൽ വഴറ്റിയെടുക്കണം. തീ കൂടുമ്പോൾ മഷ്റൂമിലെ വെള്ളം പെട്ടെന്ന് ആവിയായി പോകും. അപ്പോൾ അത് വെന്ത് കുഴഞ്ഞു പോവില്ല. പകരം പുറംഭാഗം നല്ല ക്രിസ്പിയായി ഗോൾഡൻ ബ്രൗൺ നിറമാകും. ഇതാണിതിലെ ട്രിക്ക്, മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ ചേരുവകളും റെഡിയാണ്. ഇനി ഇതെല്ലാം ഒരുമിപ്പിക്കാൻ പോവുകയാണ്. ഇതൊരു കലയാണ്. സത്യം പറഞ്ഞാൽ ഓരോ ചേരുവയും അതിൻ്റേതായ ടേസ്റ്റ് കൊണ്ടുവരുന്ന ഒരു രുചിയുടെ മേളം പോലെയാണിത്. അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ചേർക്കുക. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഫ്രഷ് ബേസ് നമ്മൾ ഉണ്ടാക്കി, ഒരു ക്യാൻവാസ് പോലെ. ഇനി ഇതിലേക്ക് നമ്മുടെ ഹീറോയെ ചേർക്കാനുള്ള സമയമായി. ആ ചൂടോടുകൂടി ഗാർലിക്കിന്റെ മണമുള്ള വഴറ്റിവെച്ച മഷ്റൂം, ആ തണുത്ത പച്ചക്കറികളിലേക്ക് ഈ ചൂടുള്ള മഷ്റൂം വീഴുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും, ഒരു മണം വരും. അതുതന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇനി അവസാനം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ സീക്രട്ട് സോസില്ലേ, അത് ഇതിന്റെ മുകളിലായിട്ടങ്ങ് ഒഴിക്കുക. എന്നിട്ട് പതുക്കെ, വളരെ പതുക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഡ്രസ്സിംഗാണ് ഈ സാലഡിലെ എല്ലാ ഫ്ലേവറുകളെയും ഒരുമിച്ച് നിർത്തുന്നൊരു കണ്ടക്ടറെ പോലെ. ഇപ്പോൾ നമ്മുടെ സാലഡ് ഏകദേശം റെഡിയായി. പക്ഷേ കഴിഞ്ഞിട്ടില്ല. ഒരു ഷെഫിനെ സംബന്ധിച്ചിടത്തോളം പ്രസന്റേഷൻ വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ആദ്യം കഴിക്കുന്നത് കണ്ണുകൊണ്ടാണ്, അല്ലേ? അപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് ഓപ്ഷൻസ് ഞാൻ തരാം. കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞിട്ടാൽ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ. ഇനി അതല്ല, ഒരു ചെറിയ ക്രഞ്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വറുത്ത എള്ള് മുകളിൽ വിതറാം. ഇതിലേതാണ് നിങ്ങളുടെ ഇഷ്ടമെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഈ കിടിലൻ സാലഡിന്റെ രഹസ്യം നിങ്ങൾ പഠിച്ചില്ലേ? ഇനി ഒട്ടും മടിക്കരുത്. അടുത്ത വീട്ടിലൊരു പാർട്ടി വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരുമ്പോഴോ ഇതുണ്ടാക്കി അവരെ ഞെട്ടിക്കണം. ഇത് ആർക്കാണ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്? എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.